വാനിടത്തിൽ പറവജാലം വിതയ്ക്കുന്നില്ലല്ലോ, അവയോ കൊയ്യുന്നില്ലല്ലോ. എങ്കിലുമെൻ താതനിന്നും പോറ്റിടുമല്ലോ, അവയെ പോറ്റിടുമല്ലോ. എങ്കിലുമെൻ താതനിന്നും പോറ്റിടുമല്ലോ, അവയെ പോറ്റിടുമല്ലോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 67 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനങ്ങളെ നമുക്ക് വായിക്കാം. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മളെ കേൾക്കുന്നത്, ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ആമേൻ. എത്ര അത്ഭുതവും അതിശയമായിട്ടാണ് ജീവിതത്തിൽ എനിക്കും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എൻ്റെ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തിലൊന്ന് ആശ്രയം വയ്ക്കുവാൻ, ഈ ദൈവത്തിൽ ആയിത്തീരുവാൻ, ഈ കർത്താവിൻ്റെ കൃപകളെ ഒന്ന് അറിയുവാൻ എൻ്റെ കർത്താവ് എൻ്റെയും ജീവിതത്തിൽ തന്ന സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേ സ്തോത്രം. ഇപ്പോൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഒരുപക്ഷെ നമ്മളും ഈ അനുഭവത്തിലൂടെ ആയിരിക്കാം കർത്താവിനെ അറിയുവാനിടയായത്. വ്യത്യസ്തമായ പല അനുഭവത്തിലൂടെയാണ് എങ്കിൽ പോലും ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മളെല്ലാവരും വിളിച്ച് വേർതിരിച്ച ഈ ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ചിലപ്പോൾ ശാപങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് ആ ശാപത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് കരുതി ജീവിതത്തെ പഴിച്ച് ഓരോ ദിവസവും മാനസികമായിട്ടും ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ സകല പാവത്തെയും പുറത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ആമേ സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണം നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, പലപ്പോഴും പലരും വേണ്ടപ്പെട്ടവരൊക്കെ നോക്കിക്കൊണ്ട് ഒരു കുഞ്ഞിനെ കാണാൻ ഇടയാവത്തില്ല, ഈ വീട് വെച്ചെന്ന് കാണാൻ ഇടയാവത്തില്ല, രക്ഷ പ്രാപിച്ച് കഴിയുവാൻ ഒരിടം ഉണ്ടാകത്തില്ല. പലരുടെയും വായിൽ നിന്ന് നിന്നയും പരിഹാസങ്ങളും കേട്ട് ശാപദോഷങ്ങളും കേട്ട് കർത്താവെ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയത്ത് കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആമേൻ, ഹല്ലേലൂയ, ശാപത്തെ അനുഗ്രഹമാക്കിക്കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണം കർത്താവെ. പരിശുദ്ധാത്മ ശക്തി നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കണേ കർത്താവെ. സ്തോത്ര. ഹല്ലേലൂയ. നിൻ്റെ മക്കൾ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൻ്റെ സന്നിധി നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പൊന്നു കർത്താവെ, നിൻ്റെ മക്കളുടെ മനസ്സിൻ്റെ വേദന കർത്താവെ നീ കാണുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ മുമ്പാകെ മേശയൊരുക്കുന്ന നല്ല ദൈവമേ, ആമേ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. തല താഴ്ത്തിയെടുത്ത് എൻ്റെ കർത്താവ് തല ഉയർത്തുന്നവനാണെന്ന് നിൻ്റെ മക്കൾ അനുഭവിച്ചറിയേണ്ടതിന് എൻ്റെ കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ അനുഗ്രഹം കാണേണ്ടതിനും ഈ അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും എൻ്റെ കർത്താവ് മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ദൈവമായ കർത്താവെ, നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണമേ. എൻ്റെ ദൈവം എനിക്ക് സകലത്തിനും മതിയായവനെന്ന് പറയുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ, ഈ ഞെരുക്കത്തെ ഒന്ന് മാറ്റിക്കൊടുക്കണേ, ഈ മനസ്സിൻ്റെ ഭാരത്തെ ഒന്ന് മാറ്റണമേ, ഈ നിന്നയൊന്ന് മാറ്റിക്കൊടുക്കണേ കർത്താവെ. നിൻ്റെ മക്കളുടെ ഉള്ളിൽ ബലം നൽകി എൻ്റെ കർത്താവ് ധൈര്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.